ശരി, അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മറുകരയിലാണ് ഇപ്പോൾ ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസികളാണ് ആക്രമണത്തിനിരയായത്. മൊത്തം 4 പേരുണ്ടായിരുന്നു. അതിൽ 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. രക്ഷപ്പെട്ട 2 പേർ പുറത്തേക്കെത്തിയാണ് വിവരങ്ങൾ അറിയിച്ചത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്പോട്ടിലെത്തിയപ്പോഴാണ് 2 മൃതദേഹങ്ങളും കിട്ടിയത്. ഇപ്പോഴും വനത്തിനകത്ത് ഈ ആക്രമണം നടന്ന ഭാഗത്ത് തന്നെയാണ് മൃതദേഹങ്ങൾ ഉള്ളത്. പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ ശ്രമങ്ങളിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചെന്നറിയാൻ വനംവകുപ്പ് മന്ത്രി ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ പൂർണ്ണമായ വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല. വെള്ളം കുടിക്കാൻ കാട്ടാനക്കൂട്ടം എത്തിയപ്പോൾ ഈ കുടിലിലെ വെളിച്ചം കണ്ട് പ്രകോപിതരായി ആക്രമിച്ചതാണോ? ഇപ്പോൾ പിലാപ്പാറ വാർഡ് മെമ്പർ സൗമിനി മണിലാൽ ടെലിഫോൺ ലൈനിലുണ്ട്. മെമ്പർ, എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ടോ? കാട്ടാന ആക്രമണം തന്നെയാണെന്ന കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ എന്താണ് അറിയാൻ കഴിയുന്നത്? നിലവിൽ അവിടെ അവര് മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടും വനവിഭവങ്ങൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടും ടെന്റ് കെട്ടിയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 4 പേരുണ്ടായിരുന്നു. 2 പേര് പുഴ നീന്തി രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി 2 പേരെയാണ് കാട്ടാന ആക്രമിച്ചിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ സ്ഥലത്തില്ല, അവിടെ എത്തുന്നതേ ഉള്ളൂ. മറ്റുള്ളിൽ നിന്ന് അറിഞ്ഞ വിവരമാണ് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഈ മൃതദേഹങ്ങൾ ഇപ്പോഴും അവിടെ സ്പോട്ടിൽ തന്നെയാണ് ഉള്ളത്, പുറത്തേക്ക് എത്തിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. ഇനിയിപ്പോ എല്ലാരും വന്നതിന് ശേഷം മറ്റു നടപടിക്രമങ്ങളുണ്ടല്ലോ, അതിനുശേഷം. 2 പേര് എത്ര പ്രായമുള്ളവരാണെന്നുള്ള വിവരങ്ങളുണ്ടോ? പ്രായം ഞാനൊന്നും സ്ഥലത്തില്ല, അതുകൊണ്ട് ഞാൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് അറിയില്ല. അവിടെ നിന്നുള്ള അറിയിപ്പ് മാത്രമേ ഉള്ളൂ. ശരി, സാധാരണഗതിയിൽ ഇങ്ങനെ ആദിവാസികൾ അവിടെ ഈ ടെന്റ് അടിച്ച് ഈ വനവിഭവങ്ങൾ തേനും മറ്റുമുള്ളൊക്കെ ശേഖരിക്കുന്ന പതിവാണല്ലേ? അതെ, പതിവാണ്. അവർ വനവിഭവങ്ങൾ ശേഖരിക്കുന്ന സമയമാകുമ്പോൾ ഉൾക്കാടുകളിൽ പോവുകയും അവിടെ ടെന്റ് കെട്ടി ശേഖരണം നടത്തിയതിനു ശേഷം തിരിച്ചു വന്ന് ഇവിടെ വിൽപ്പന നടത്തുന്ന അതാണ് അവരുടെ രീതി. എന്തൊക്കെയാണ് സാധാരണഗതിയിൽ തേൻ അല്ലാതെ മറ്റെന്തൊക്കെയാണ് ശേഖരിക്കാൻ ഇവർ ഈ ടെന്റ് കെട്ടുന്നത്? തേൻ, തെള്ളി, പിന്നെ വനവിഭവങ്ങളായ പിന്നെ മത്സ്യം പിടിക്കും. അങ്ങനെ ഉള്ള കാട്ടിൽ നിന്ന് കിട്ടുന്ന നല്ല വിഭവങ്ങൾ ദിവസങ്ങൾ കഴിയുമോ അല്ലെ ഈ ടെന്റിനകത്ത്? അങ്ങനെയാണോ? ശേഖരിച്ചത് ഒരുവിധമാവുമ്പോൾ അവര് കാട് കയറി പോരും. അവിടെ വിൽപ്പന നടത്തിയതിനു ശേഷമാണ് പിന്നെ തിരികെ വേറെ സ്ഥലത്തേക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ശേഖരിക്കാൻ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് അവർ മാറുന്നത്. അല്ലെ, ആദിവാസികളായതുകൊണ്ട് തന്നെ അവർക്ക് ആന വരാൻ ഇടയുള്ള ഭാഗങ്ങൾ, ആനത്താരകൾ, ഇതൊക്കെ ഒഴിവാക്കി അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാൻ അവർക്ക് തന്നെ ഒരു ജൈവികമായ വിവരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇതിനിടയിൽ ആക്രമണം തുടർക്കത്തെയാകുന്നു. ഞാനിപ്പോൾ മലക്കപ്പാറയിലും മരിച്ചത് ഇതേപോലെ തേൻ ശേഖരിക്കാൻ പോയ സെബാസ്റ്റ്യൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആദിവാസികൾക്ക് വനത്തിനുള്ളിൽ നിന്ന് ഇങ്ങനെ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം കൂടുന്നത്? എന്തുകൊണ്ടായിരിക്കാം? നിലവിൽ അവര് ആന വരുന്നതുമായി ബന്ധപ്പെട്ടും കാടിന്റെ സ്വഭാവം അവർക്ക് അറിയുന്നതാണ്. അതനുസരിച്ചിട്ടാണ് അവര് ടെന്റ് കെട്ടാറുള്ളതും വനവിഭവങ്ങൾ ശേഖരിക്കാറുള്ളതും. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു 5 വർഷത്തിനിടയ്ക്കാണ് നമുക്ക് ഈ മരണം റിപ്പോർട്ട് ചെയ്തു വരുന്നത്. അപ്പോ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ താഴ്ത്തായാലും നമുക്ക് അപകട ഭീഷണിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ വാച്ചർമാരുടെയൊക്കെ കുറവ് അവിടെ ഇതിന് കാരണമാവുന്നുണ്ടെന്ന് കരുതാമോ? വാച്ചർമാർ കൃത്യമായി ഇവർക്ക് നിർദ്ദേശം നൽകുകയും ഇന്ന ഭാഗത്തേക്ക് പോകരുത്, അവിടെ കാട്ടാന ആക്രമണ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ നൽകുന്നതിൽ വാച്ചർമാരുടെയോ സംവിധാനങ്ങളുടെ ഏതെങ്കിലും അപാകതയോ പിഴവോ ഇതിന് കാരണമാവുന്നുണ്ടോ? അത് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് തന്നെയാണ്. അവിടുത്തെ DFO ലക്ഷ്മി മേഡാണ്. അവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ വീഴ്ചയുണ്ടോ എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷെ അവരുടെ അറിയിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. കൃത്യമായി ഞാൻ സ്പോട്ടിൽ ചെന്ന് അറിഞ്ഞാൽ മാത്രമാണ് കൃത്യമായ വിവരങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. ഈ അറിയിപ്പുകൾ ലഭിച്ചാലും ആദിവാസികൾ ഇപ്പോൾ അവരുടെ ഒരു ഉറപ്പിന്റെയോ ബോധ്യത്തിന്റെയോ ഒക്കെ പുറത്ത് പോകാറുണ്ടോ? അതൊക്കെ ഉണ്ട്. അവർക്കറിയാലോ, കാട് അറിയുന്നത് അവർക്ക് കൃത്യമായി അറിയാം. അതിനനുസരിച്ചും അവർ പ്രവർത്തിക്കാറുണ്ട്. അല്ലെങ്കിൽ വാച്ചർമാർ നിർദ്ദേശം അനുസരിച്ചിട്ടും അവര് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതിപ്പോ ഒരു കുടിലാണ് ആക്രമിച്ചത്. കൂടുതൽ കുടില ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുമെന്ന്, ടെന്റുകൾ കൂടുതൽ ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഇനി ആരൊക്കെയാണ് ഇപ്പൊ ആ കാട്ടിൽ ആ ഊരിൽ നിന്ന് ഇതുപോലെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയിട്ടുള്ളത്, എത്ര പേര് അവിടെ പുറത്ത് പോയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായ അറിവ് കിട്ടിയിട്ടില്ല. എന്നാലാണ് നമുക്ക് ആരൊക്കെ അവിടെ ടെന്റ് കെട്ടിയിട്ടുണ്ട്, കാടിനുള്ളിൽ ടെന്റ് കെട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ശരി, വാർഡിനെ
ശരി, വാർഡ് മെമ്പർ സൗമിനിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അവർ അങ്ങോട്ടേക്ക് എത്തുകയാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും മൃതദേഹങ്ങൾ ഇപ്പോഴും ഈ ആക്രമണം നടന്ന ഭാഗത്ത് തന്നെയാണുള്ളത്, പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് നേരെ മറുകരയിൽ എന്ന് വെച്ചാൽ ഈ വിനോദസഞ്ചാരികളൊക്കെ വരുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തിന് നേരെ മറുകരയിൽ അപ്പുറത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഈ പുഴയ്ക്ക് സമീപത്തായി ടെൻറ്റ് കെട്ടിക്കൊണ്ട് പുഴയിൽ നിന്ന് മീൻ പിടിക്കുക, അപ്പോൾ തേൻ ശേഖരിക്കുക, വനവിഭവങ്ങൾ ശേഖരിക്കുക, ഇതിനൊക്കെയായി പോയ ആദിവാസികളാണ് കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായത്. 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 2 പേർ പുഴ നീന്തിക്കടന്ന് രക്ഷപ്പെട്ട് പുറത്തെത്തിയാണ് വിവരങ്ങൾ അറിയിച്ചത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്പോട്ടിലെത്തി തെരഞ്ഞപ്പോഴാണ് 2 മൃതദേഹങ്ങൾ കിട്ടിയത്. ഒരു മൃതദേഹം കരയിലും കാട്ടിലും, ഒരു മൃതദേഹം പുഴയിലുമാണ് കണ്ടെത്തിയത്. അങ്ങനെയെങ്കിൽ പുഴയിൽ വെള്ളം കുടിക്കാൻ വന്ന കാട്ടാന കൂട്ടത്തിൻ്റെ ആക്രമണമാണോ നേരിട്ടത് എന്നറിയണം. നിലവിൽ ഒരു വ്യക്തത, ഈ ആക്രമണം എങ്ങനെയാണ് കാട്ടാനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. നിലവിൽ ഒരു അന്വേഷണത്തിന് വനം മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും.